والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طه رسول اللہ کی. സർവാദരണീയരായ സയ്യിദ് ജഅഫർ കോയ തങ്ങൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു തആല ഫീ ഉലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും സംഭാഷണവും സമ്മേളനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിഞ്ഞും പറഞ്ഞും പങ്കുവച്ചും നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ 18-ാം വർഷം 2-ാം ദിവസത്തിൽ നാം ഒത്തുകൂടുകയാണ്. ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്ന് കോടിക്കണക്കിന് ആശിഖീങ്ങളുടെ സ്വലാത്ത് സലാമുകൾ മദീനയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ലളിതമായ ഈ സംഗമത്തെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പവിത്രമായ മദീനയിൽ നിന്ന് ആത്മീയത കൊണ്ടും അറിവ് കൊണ്ടും ആരാധന കൊണ്ടും ഏറെ ശ്രദ്ധേയനായ, ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ആത്മീയ വേദികളിൽ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന അസ്സയ്യിദ് അശ്ശൈഖ് ആദിൽ ജിഫ്രി ഹഫിളഹുല്ലാഹ് അവറുകൾ ഇന്നലെ നമുക്കിവിടെ ഈ സദസ്സ് പ്രാരംഭം കുറിച്ചു തന്നു. നമ്മുടെ ഈ വർഷത്തെ വിഷയവും മദീനയിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ മടക്കം മദീനയിലേക്ക് എന്ന ബുറുദയുടെ അവസാന ഭാഗമാണ്. യാ അക്രമൽ ഖൽഖി മാ ലീ മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ബുറുദയുടെ എല്ലാ വരികളും അറിയാത്തവർക്കും
യാ അക്രമ ബൈത്ത് അറിയാം. നമ്മുടെ നാട്ടിൽ ബുറുദ വ്യാപകമായി ചൊല്ലുന്നതിന് മുമ്പും മൗലിദ് കിതാബുകളിൽ യാ അക്രമ ബൈത്ത് എന്ന പേരിൽ മൗലിദ് കിതാബിൽ പ്രത്യേകം അധ്യായം കൊടുത്തപ്പോൾ വീടുകളിലും സംഗമങ്ങളിലുമെല്ലാം നമ്മൾ ചൊല്ലാറുണ്ട്. മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു മദീനയുടെ ഓരത്ത് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഓർമ്മയെ ചേർത്ത് വെച്ച് അനുരാഗത്തിന്റെ കേന്ദ്രമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് പറയാതെ അവിടുത്തെ പരിസരത്തെ സൗകുമാര്യതയിൽ നിന്ന് ആരംഭിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശേഷങ്ങളിലൂടെ സഞ്ചരിച്ച് നിസ്കരിക്കുന്ന ഒരാൾ തക്ബീർ കൊണ്ട് തുടങ്ങി അള്ളാഹുവിനോട് അടുത്തിങ്ങനെ വന്ന് ആ അടുപ്പത്തിന്റെ പാരമ്യതയെത്തുമ്പോൾ അള്ളാഹുവിനോട് പ്രത്യേകമായി കാഴ്ചകൾ സമർപ്പിക്കും. അതാണ് അത്തഹിയ്യാത്ത്. തക്ബീർ കൊണ്ട് തുടങ്ങി ഖിയാമും റുകൂഉം ഇഅ്തിദാലും എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ദാസൻ അള്ളാഹുവിലേക്ക് ചേർന്ന് ഹൃദയം കൊണ്ട് സല്ലപിക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അള്ളാഹുവിനോട് അടിമ ചേരുകയാണ്. ആ അടിമ ചേരുന്ന നേരത്ത് പെട്ടെന്ന് ഓർമ്മ വരും, എന്നെ ഈ ഉടമയിലേക്ക് ചേർത്തു തന്ന ഒരു നായകരുണ്ട്. ആ നായകർക്ക് അഭിവാദ്യം ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന് തഹിയ്യത്ത് പറയാ? ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് പറയും അസ്സലാമു അലൈക അയ്യുഹൻ നബി. നിസ്കാരത്തിന്റെ മിഅ്റാജിൽ നിസ്കാരം അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആകാശാരോഹണമാണ് നിസ്കാരം. ആകാശാരോഹണം വാനലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്നു. ആ ഉയരത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിയപ്പോൾ സ്ഥലകാല ദേശങ്ങൾ ആവശ്യമില്ലാത്ത അള്ളാഹുവിനോടുള്ള സംഭാഷണം നടത്തി. അതുപോലെ ഒരു വിശ്വാസി നിസ്കരിച്ച് അവന്റെ ആരാധനകളിൽ അള്ളാഹുവിനെ ഓർത്തും പറഞ്ഞും ചൊല്ലിയും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അള്ളാഹുവിന് തിരുകാഴ്ചകൾ സമർപ്പിക്കും. അതുപോലെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു നബി കീർത്തനം ചൊല്ലുകയാണ്. അതിന്റെ അത്തഹിയ്യാത്തിൽ എത്തിയപ്പോൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. ചില ആളുകൾക്ക് ഇന്നൊരു പഥ്യം പോരാന്ന് തോന്നുകയാണ്. വഫാത്തായി 1000-ലേറെ വർഷം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്ന് ആ ഒരു സംശയമാണ് ഇമാമെ അഹ്ലുസുന്ന ഫാളിലെ ബറേൽവി അശ്ശൈഖ് അഹ്മദുല്ലാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിൽ ഉയർത്തിയത്. മഹാനവറുകൾക്കൊരു വിശേഷമുണ്ട്. ഒരാൾ ഒരു സംശയം ചോദിച്ചാൽ അതിന് മറുപടി ഒരു രചനയായിരിക്കും. നമ്മളെപ്പോലെ ഓർമ്മയുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞ് ഓർമ്മയില്ലാത്തത് ചോദിച്ചു പറയാമെന്ന് പറഞ്ഞ് അങ്ങനെയുമല്ലാത്തത് അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയുന്ന രീതിയല്ല. അടുത്ത ദിവസം ചോദ്യകർത്താവ് വരുമ്പോൾ ഒരു ഗ്രന്ഥം എടുത്ത് കയ്യിൽ കൊടുക്കും. ഇന്നലത്തെ ചോദ്യത്തിന്റെ മറുപടി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനും അത്തരം രചനകളുണ്ട്. അഹ്മദുല്ലാ ഖാൻ തങ്ങളുടെ ഏറിയ രചനകളും അങ്ങനെയാണ്. മഹാനവറുകൾ മക്കയിൽ ചെന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മക്കയിലെ പണ്ഡിതന്മാർക്ക് വിവരം കൊടുത്തു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സുന്നി മുസ്ലിയാർ മക്കയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്നാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹറമിലെ പണ്ഡിതന്മാരായ നിങ്ങൾ ഒരു മറുപടി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഗൈബ് അറിയുമോ, അദൃശ്യജ്ഞാനമുണ്ടോ എന്ന്. അഹ്മദുല്ലാ ഖാൻ തങ്ങൾ അന്ന് മക്കയിൽ ചെന്നു. മക്കയിലെ ഉലമാഇന് മുഴുവനും അറിയാം ഇതാരാണെന്ന്. കാരണം നേരത്തെ മക്കയിൽ ചെന്നിട്ടുണ്ട്. അവിടുത്തെ മുഫ്തിയായ അശ്ശൈഖ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെയും സമശീർഷരായ ആളുകളോടും ഒത്തിരിക്കുകയും വിജ്ഞാന കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഒരു മറുപടി എഴുതുക. ബഹുമാനപ്പെട്ടവർ ആ ചോദ്യം വാങ്ങിയിട്ട് 8 മണിക്കൂർ കൊണ്ടൊരു രചന നടത്തി. ആ രചനയുടെ പേരാണ് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ. ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് 2 കൈയിലും പേനയെടുത്തു എന്നാണ്. അദ്ദൗലത്തുൽ മക്കിയ്യ എഴുതിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ അതിന്റെ തുടക്കത്തിൽ എഴുതി, ഈ ഗ്രന്ഥത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഖിസ്മുൽ ലിസ്സായിലിൽ മുരീദി, സദുദ്ദേശത്തോടെ ചോദിച്ചവർക്കുള്ള മറുപടി. ശത്രുത വച്ചുകൊണ്ട് ഈ ആശയത്തെ നിരാകരിക്കുന്നവർക്കും 2 വിഭാഗത്തിനും ഇതിൽ മറുപടിയുണ്ട്. മഹാനവറുകൾ ഏറെ കിതാബുകളൊന്നും നോക്കാനുള്ള നേരമില്ല. പെട്ടെന്ന് എഴുതിയിട്ട് ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങളിൽ ഇടപെടണം. 8 മണിക്കൂർ കൊണ്ട് രചന നടത്തിയപ്പോൾ ചില സ്ഥലത്ത് ഹദീസ് ഉദ്ധരിച്ച നേരം ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതി. അതെന്തിനാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിന്റെ വാചകങ്ങളിൽ വല്ല മാറ്റവും വന്നെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുൻഗാമികൾ പറയുന്നതാണ് ഔ കമാ ഖാല റസൂലുള്ളാഹി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്രകാരമാണോ അപ്രകാരം. ആശയം ഇതുതന്നെയാണ്. പഴയ വാളുകളിലൊക്കെ എങ്ങനെയുണ്ട്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഔ കമാ ഖാല റസൂലുള്ളാഹി എന്ന് വാള് കേട്ട ആളുകൾ ഈ സദസ്സിലുണ്ടാവും. അതങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയുന്നതാണ്. മഹാനായ ഇമാം അഹ്മദുല്ലാ ഖാൻ തങ്ങൾ ചില സ്ഥലങ്ങളിൽ ഔ കമാ ഖാല എന്ന് എഴുതിയിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ ഔ കമാ ഖാല എഴുതിയ സ്ഥലങ്ങളിലെ ഹദീസുകളും ഹദീസിന്റെ റഫറൻസുകളും എടുത്തു വെച്ചു.
എന്നിട്ട് അതിനൊരു തഅലീഖ്, ഒരു അനുബന്ധം എഴുതി. ഞാൻ ധരിച്ച അതേ പദത്തോടെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്, ചില വ്യത്യാസങ്ങളോടെ മറ്റിമാമുകളും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് വ്യാഖ്യാനം കൂടി എഴുതി ചേർത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള വലിയ ഗ്രന്ഥകാരനാണ് ഇമാം അഹ്മദ് ഖാൻ തങ്ങൾ. മഹാനവറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോൾ ഇക്കാലത്ത് ഇവിടെ ഇരുന്നിട്ട് 1000 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂവിധാനത്തിൽ നിന്ന് സ്വർഗഭവനത്തിലേക്ക് യാത്രയായ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ നിറവസന്തമായ പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ എന്ന് വിളിക്കാമോ എന്ന ചോദ്യം വന്നപ്പോൾ മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥമാണ് നിദായെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാമോ എന്ന വിഷയത്തിലെ ഒരു രചന. ആ രചനയിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം വിളിക്കും, അല്ലയോ അബൂബക്കറെ എന്ന്, അല്ലയോ ഉമറെ എന്ന്. ആ വിളിക്ക് പ്രത്യേകിച്ചൊരു തെളിവിന്റെ ആവശ്യമില്ല. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന സാധാരണ ഗതിയിൽ വിളിയെത്താത്ത തരത്തുള്ള ആളുകളെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ എന്തായിരിക്കും മറുപടി? ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോടുള്ള ആളെ സാങ്കേതിക സംവിധാനങ്ങളോ ഉപാധികളോ ഇല്ലാതെ വിളിക്കുക, ഇങ്ങനെ ഒരു വിളി സാധ്യമാണോ എന്ന് മഹാനവറുകൾ ഉന്നയിച്ചു. വിഷയം പറയുമ്പോൾ മൊത്തത്തിൽ ഒരു പഠനമാകണമല്ലോ എന്ന് കരുതി മഹാനവറുകൾ ആ ചോദ്യം മുന്നിൽ കൊണ്ടുവന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറയാണ്, അബൂ ഖിർഫാസ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ മകനെ റോമുകാർ ബന്ദിയാക്കി. അബൂ ഖിർഫാസ എന്ന സ്വഹാബിയുടെ മകനെ റോമുകാർ ബന്ദിയാക്കിയപ്പോൾ അഷ്കലാനിൽ നിന്ന് റോമിലേക്കുള്ള ഭാഗത്ത് അതിർത്തി മതിലിന്റെ മുകളിൽ കയറി നിന്ന് ഇദാ ഹാന വഖ്തു കുല്ലി സ്വലാത്ത്, നിസ്കാരത്തിന്റെ സമയമായാൽ സഅദ സൂറ അഷ്കലാൻ, അഷ്കലാൻ ദേശത്തിന്റെ അതിർത്തി മതിലിൽ കയറി നിൽക്കും. വനാദാ, എന്നിട്ട് മഹാനവറുകൾ വിളിക്കും, യാ ഫുലാൻ അസ്സലാ, യാ ഫുലാൻ അസ്സലാ, യാ ഫുലാൻ അസ്സലാ. അല്ലയോ മോനെ, നിസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു, നിസ്കരിക്കണേ മോനെ. അഷ്കലാൻ ദേശത്തിന്റെ അതിർത്തി മതിലിന്റെ മുകളിൽ കയറി വിളിച്ചാലെത്തുന്ന ദൂരത്തല്ല മഹാനായ അബൂ ഖിർഫാസയുടെ മകനുള്ളത്. ആ മകനെ വിളിച്ചു പറയാണ്, നിസ്കാരത്തിന്റെ നേരമായി മോനെ, നിസ്കരിക്കണേ. ഫയസ്മഉ വഹുവ ഫീ ബിലാദിർ റൂം, പേർഷ്യയിൽ നിന്നുകൊണ്ട് ഈ വിളി കേൾക്കും, വാപ്പയുടെ വിളി കേൾക്കും. എന്നിട്ട് വാപ്പയ്ക്ക് ഉത്തരം നൽകും, അഥവാ നിസ്കാരം നിർവഹിക്കാനുള്ള ആ വിളിക്ക് ഉത്തരം ചെയ്യും. ആരാണ് ഈ അബൂ ഖിർഫാസ എന്ന സ്വഹാബി? മഹാന്മാര് പറയാണ്, ബഹുമാനപ്പെട്ടവരുടെ മകൾ തന്നെ പറയാണ്, ബഹുമാനപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ പറയാണ്. എന്റെ അബൂ ഖിർഫാസ എന്ന സ്വഹാബി മഹാനവറുകളുടെ പേരക്കുട്ടി പറയാണ്, ഇസ്സാബിന്റെ അയ്യാദ് എന്നവർ പറയാണ്, അന്നാ സമിഅത് ജദ്ദഹാ അബാ ഖിർസാഫ, അബൂ ഖിർസാഫ എന്ന വലിയുപ്പ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്?
ഞാൻ ആദ്യം ഇസ്ലാമിലൊന്നും ആയിരുന്നില്ല. കുന്തു യതീമൻ ബൈന ഉമ്മി വഖാലതി, ഞാൻ യതീമായ കുട്ടിയായിരുന്നു. ഉമ്മയുടെയും അമ്മായിയുടെയും കൂടെയാണ് ഞാൻ ജീവിച്ചത്. ഉമ്മയുടെയും മാമിയുടെയും കൂടെയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വകാന അക്സറ മൈലി ഇലാ ഖാലതി, അമ്മായിയോടായിരുന്നു കൂടുതൽ അടുപ്പം. ഞാൻ വീട്ടിലുള്ള കുറഞ്ഞ ആടുകളെ കൊണ്ടുപോയി ഇടയവൃത്തി ചെയ്യും, ആടിനെ മേയ്ക്കും. അമ്മായി ഇങ്ങനെ പറയും, മോനെ പോയിട്ട് വന്നോളൂ. ആ പോകാൻ നേരത്ത് പറയും, മോനൊരു കാര്യം ചെയ്യണം, ഒരു മനുഷ്യൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോകരുത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രബോധനം ആരംഭിച്ച കാലമാണ്. അബൂബക്കർ സ്വാഫ എന്ന സ്വഹാബിയുടെ അമ്മായി പറയും, മോനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകരുത്, പുതിയ ആശയത്തിന്റെ ആളാണ്. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഞാൻ ആടുകളെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസ് കേൾക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിക്കും. അങ്ങനെ ഞാൻ നിന്നാൽ തിരിച്ചു വരുമ്പോഴേക്ക് ആടുകൾ വേണ്ട പോലെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ പറയും, ഇങ്ങനെ ആടിനെ മേയ്ച്ചാൽ പറ്റൂല, ആടൊക്കെ മെലിഞ്ഞു പോവും, നന്നായി പുല്ല് കിട്ടുന്നില്ല, അതുകൊണ്ട് മോനെ ഈ പണി പറ്റൂല എന്ന് പറയും. ഞാൻ പിന്നെ അങ്ങനെ തന്നെ കുറച്ചു നേരം എവിടെയെങ്കിലും ആടിനെ പുല്ലൊക്കെ മേയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോകും. പോയിട്ട് ഞാൻ പറയും, അവിടുത്തെ സദസ്സ് ഞാൻ കേൾക്കും. അങ്ങനെ വഴക്ക് ആവർത്തിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബേ, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ വീട്ടിലേക്ക് ഇരുന്നുമ്പോ അമ്മായി വഴക്ക് പറയുന്നുണ്ട്, അതുകൊണ്ട് ആടുകൾക്ക് നല്ലതുപോലെ പുല്ലും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ആടൊക്കെ മെലിഞ്ഞു വരുന്നു എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആടുകളുടെ മേലെ ഒന്ന് തലോടി കൊടുത്തു. അപ്പൊ ആടുകൾ നല്ല ആരോഗ്യമുള്ള ആടായി. തിരിച്ചു വന്നപ്പോ അമ്മായി പറഞ്ഞു, മോനെ ഇന്ന് നല്ലതുപോലെ ആടുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്, ഇതുപോലെ എന്നും വേണം. അന്ന് കാര്യമൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം വന്നപ്പോ പറഞ്ഞു, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സ്വാഫ എന്ന സ്വഹാബി പറയാണ്, അല്ലയോ അമ്മായി, ഞാൻ ഇന്ന് മേയിച്ചതല്ല, ഇന്നലെയും ഇതിന് നല്ലതുപോലെ പുല്ല് കൊടുത്തതല്ല. എന്റെ എല്ലാമായ നേതാവ് സയ്യിദുൽ അബ്റാരി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളോട് ഞാൻ ആ പരാതി പറഞ്ഞപ്പോൾ അവിടുത്തെ തിരുക്കരങ്ങൾ എന്റെ ആടിന്റെ മേലെ ഒന്ന് തലോടിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ സ്പർശിച്ചപ്പോഴാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു, മോനെ ഞങ്ങളെയും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോകുമോ? ഇത് ഹബ്ബിനാ, ഞങ്ങളെയും ഒന്ന് കൊണ്ടുപോകും.
നിസ്കാരം നിർവഹിക്കുകയാണ്. അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയാണ്, ഇങ്ങനെയുള്ള വിളി ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. ഇതുപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾ സാധാരണയിൽ ശബ്ദമെത്താത്ത, വിവരമെത്താത്ത ദൂരത്തുള്ള ആളുകളെ വിളിക്കൽ ഇസ്ലാമിക ലോകത്ത് സുപരിചിതമാണ്. അതിൽ മറ്റൊരു ഉദാഹരണമാണ് യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു. സ്വഹാബിയായ സാരിയ റളിയല്ലാഹു അൻഹു സൈനിക മേധാവിയാണ്, മഹാമന്ത്രിയാണ്. അവിടേക്ക് വിളിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വിളി അവിടെ എത്തുകയാണ്. മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു ആ വിളി കേട്ടുകൊണ്ട് സൈനിക നീക്കം നടത്തിയിട്ട് ജയിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ മറ്റുള്ള സ്വഹാബികൾ ചോദിച്ചു, അല്ല, ഒരു നാൾ നമ്മുടെ ഖലീഫ ഇവിടെ നിന്ന് വിളിച്ചല്ലോ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന്. ആ വിളി നിങ്ങൾ കേട്ടിരുന്നോ? ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ, ഞാൻ ആ വിളി चाहता है रज़ाए मोहम्मद ज़े-इज़्ज़त इत्तिलाए मोहम्मद के अर्श हक़ ज़र्रे पाए मोहम्मद. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനപദവികൾ അതെത്ര ഉന്നതമാണ്. ഉലകത്തിൽ ഉടയവൻ വെച്ച സംവിധാനങ്ങളുടെ മുഴുവനും അത്യുന്നതങ്ങളിലേക്ക് പ്രപഞ്ചത്തിന് കരുണയുടെ അരുണപ്രവാഹമായി പ്രപഞ്ചാധിപൻ കനിഞ്ഞു നൽകിയ ലോകഗുരുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ട പാദങ്ങളെ അതമർന്നിരിക്കുന്നത് എവിടെയാണ്? അർശ് ഹഖ് ഹേ കേ ഹേ അർശ് ഹഖ് സറേ പായേ മുഹമ്മദ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങൾ അർശിനോട് ചേർന്നിരിക്കുകയാണ്. അർശിന്റെ മേലെയാണ്. അർശി ദുറൂദ്, ഉന്നതമായ സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലാം. എന്നിട്ട് മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയാണ്, മക്കാ അർശുക ഫലക് ഫർശുക മലക് ഖാദിമാനെ സറായേ മുഹമ്മദ്. മക്കാ അർശുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടം അർശിന്റെ സമീപത്താണ്. അല്ലാഹുവിന്റെ വിശിഷ്ട സൃഷ്ടിയായ അർശിന്റെ ചാരത്തുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽക്കൂര അർശാണ്. ഫലക് ഫർശുക, ഈ പ്രപഞ്ചം മുഴുവനും അവിടുത്തെ ഭൂമിയാണ്. മലക് ഖാദിമാനെ സറായേ മുഹമ്മദ്, അല്ലാഹുവിന്റെ മലക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകർ. ഇങ്ങനെയുള്ള മുത്തുളി മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചില ആള് പറയും, ഫലസ്തീനിലെ മക്കൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്രായേലി യുദ്ധം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ പറയേണ്ടത് ആനുകാലിക രാഷ്ട്രീയമല്ലേ എന്ന്, ഗസയുടെ നൊമ്പരങ്ങളെ കുറിച്ചല്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേവലമായ ഒരു വർണ്ണനയല്ല. ലോകത്തെ ഏറ്റവും വലിയ അതിജീവനത്തിന് മരുന്നാണ് നമ്മൾ പകർന്നെടുക്കുന്നത്. ഗസയിലെ മക്കൾക്ക് ആത്മവീര്യം നൽകിയത് അവരുടെ പക്കലുള്ള ആയുധമല്ല, അവരുടെ പക്കലുള്ള വിഭവങ്ങളല്ല. ഗസയിലെ മക്കൾക്ക് ആത്മവീര്യം നൽകുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ
ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന വിശ്വാസമാണ്. അതാരെക്കുറിച്ചുള്ള വിശ്വാസമാണ്? മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസമുണ്ട്, അകത്ത് ആഴത്തിൽ ഒരു ആദർശമുണ്ട്. ഒരിക്കലും പതറാത്ത ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടാണ് ഫലസ്തീനിന്റെ മക്കൾ അതിജീവനം നേടുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനു നൽകിയ ആദർശത്തിന്റെ വീര്യമാണ്. സമരക്കളങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോ ഏതെങ്കിലും ഫലസ്തീനിലെ ഒരു കുരുന്ന് ഇസ്രായേലുകാരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് കൈകൂപ്പി ജീവന് വേണ്ടി നിലവിളിച്ചതുപോലെ ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു മക്കൾ ജീവന് വേണ്ടി കേണിട്ടുണ്ടോ? എന്താ കാര്യം? അന്നിവിടെയുള്ള പത്രങ്ങളെല്ലാം ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ഒരാളിങ്ങനെ ഖുത്ബുദ്ദീൻ, അയാൾ കയ്യും കൂപ്പിയിട്ട് ജീവന് വേണ്ടി അവസാനം കേഴുന്ന ചിത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ കവർ ചിത്രമായി പല മാഗസിനുകളും പബ്ലിഷ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ നിന്ദിതയുടെ ഒരു ചിത്രമാണ്, നിസ്സാരതയുടെ ഒരു ചിത്രമാണ്. കാരണം എന്താണ്? അതിജീവനത്തിന് വഴിയില്ലാതെ വരുമ്പോ ഗതികേടുകൊണ്ട് കാലു പിടിക്കേണ്ടി വരുന്നതിന്റെ ചിത്രമാണ്. അതേ സമയത്ത് ഫലസ്തീനിന്റെ മക്കൾ ഉതിരുന്ന വെടിയുണ്ടയുടെ മുമ്പിലേക്ക് മാറു തുറന്ന് പിടിച്ചു കൊടുക്കാനുള്ള ആത്മവീര്യം നൽകിയത് അവരുടെ ഉള്ളിൽ ഉറച്ച ഈമാനാണ്. ഇത്രയുമായിട്ട് ആരെങ്കിലും പോയിട്ട് ഇസ്രായേലുകാരനോട് പറഞ്ഞോ, ഞങ്ങള് പാദസേവ ചെയ്തോളാം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ വല്ല ന്യൂസും എവിടെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് അങ്ങനെ കുറെ ചിത്രങ്ങളുണ്ട്. ലോകത്തുള്ള യുദ്ധങ്ങൾക്ക് മുഴുവനും അത്തരം ഒരുപാട് കഥ പറയാനുണ്ട്. ഓഫീസർമാർ, സൈനിക മേധാവിമാർ, പല ആളുകളും ശത്രുപാളയത്തിലെ ആളുകളോട് പിന്നിലൂടെ പോയിട്ട് പറയും, ഞാൻ നിങ്ങളെ സഹായിക്കുക, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന്. അങ്ങനെ പറഞ്ഞ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഫലസ്തീനിന്റെ മക്കൾ ഒരിക്കലും അങ്ങനെ പോകാത്തത് എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിലും ഈമാൻ ഉറക്കണമെങ്കിൽ ആരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നറിയണം. ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ അറിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹുവിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനം. അല്ലാഹു ആരാണെന്നറിയണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമ്പോഴേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഇലാഹിന്റെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായം അൽ ഈമാനു ബില്ലാഹി എന്നല്ല. സ്വഹീഹുൽ ബുഖാരി ലോകത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം, ആധികാരികമായ ഗ്രന്ഥം. ഖുർആൻ രചിക്കപ്പെട്ട ഗ്രന്ഥമല്ല. ലോകത്ത് വിരചിതമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ 1-ാമത്തെ അധ്യായത്തിൽ ഹെഡിങ് കൊടുത്തത് ബാബുൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലെ അധ്യായം എന്നല്ല. കൈഫ കാന ബദഉൽ വഹയി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി വന്നത് എങ്ങനെ? കാരണം ഈ വഹയി അംഗീകരിക്കുമ്പോഴേ ഖുർആൻ സ്വീകാര്യമാവൂ. ഈ വഹയി ലഭിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോഴേ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സത്യമാകുമ്പോഴേ ശരീഅത്ത് സ്വീകാര്യമാവൂ. ശരീഅത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഖിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖിതാബാണ്. അല്ലാഹു സൃഷ്ടികളോട് പറയുന്ന കാര്യമാണ്. അല്ലാഹുവിന് അടിമകളോട് ചിലത് പറയാണ്ട്.
ആ അടിമകളോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ശരീഅത്ത്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബാധകമാകുന്നത് എപ്പോഴാണ്? റിസാലത്തിന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ. ബിഅ്സത്തുർ റുസുൽ, ജംഉൽ ജവാമിഇന്റെ ആമുഖത്തിൽ ഇത് വളരെ മനോഹരമായി നമ്മുടെ മുതഅല്ലിമീങ്ങൾ പഠിക്കും. ബിഅ്സത്തുർ റുസുൽ ഇല്ലെങ്കിൽ ഹുക്മ ബാധകമല്ല. ഹുക്മ അടിസ്ഥാനപരമായ വിധി ഉണ്ടാകാം. അത് തൻജീസിയാകണമെങ്കിൽ, അത് നമുക്ക് ബാധകമാകണമെങ്കിൽ ബിഅ്സത്തുർ റുസുലി, പ്രവാചകന്മാരുടെ നിയോഗം വേണം. അപ്പോഴേ ഹുക്മ ബാധകമാകും. നിസ്കാരം നിർബന്ധമാണ് എന്ന വിധി നേരത്തെ ഉണ്ട്. അത് നമുക്ക് എപ്പോഴാണ് ബാധകമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് അല്ലാഹുവിന്റെ സംഭാഷണത്തിൽ നിന്നുള്ള വിധികൾക്ക് നമ്മൾ ബാധ്യസ്ഥരല്ല. അപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അൽ ഈമാനു ബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ വിശ്വസിക്കുമ്പോഴേ നമുക്ക് ഈമാൻ ഉണ്ടാവൂ, നമ്മുടെ വിശ്വാസം നമുക്ക് ബാധകമാവുകയുള്ളൂ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ പറയുന്നത് खुदा की रजा चाहते हैं दो आलम, खुदा चाहता है रज़ाए मुहम्मद. അള്ളാഹുവിന്റെ പ്രീതിയാണ് പ്രപഞ്ചം മുഴുവനും കൊതിക്കുന്നത്, അടിമകൾ മുഴുവനും ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനൊരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് എന്താണ്? खुदा खुदा चाहता है रज़ाए മുഹമ്മദ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ എന്ന് മഹാനരായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ എഴുതിയിട്ട് പറയാണ്, അജബ് ക്യാ അഗർ റഹ്മ ഫർമായേ ഹം പർ ഖുദായേ മുഹമ്മദ് ബറായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അജബ് ക്യാ, എന്തൊരത്ഭുതമാണ്. അജബ് ക്യാ അഗർ റഹ്മ ഫർമായേ ഹം പർ, അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നത് എന്തൊരത്ഭുതമുള്ള അനുഗ്രഹമാണ്. ഖുദായേ മുഹമ്മദ് ബറായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ രക്ഷിതാവായ അല്ലാഹു തആല മുത്തു നബിയിലൂടെയാണ് ഈ ഉലകത്തിന് കരുണ നൽകിയത്. അങ്ങനെയുള്ള പുണ്യ നബിയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് യാ അക്രമൽ ഖൽഖി, യാ റസൂലല്ലാഹ്. അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, വിളിച്ചുകൂടെന്ന് പറയുന്നവരെ, ആരെയാണ് ഈ വിളിക്കുന്നത് എന്ന മഹത്വത്തിലേക്കാണ് ഇനി വരാനുള്ളത്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ ലോകത്ത് മറഞ്ഞവരെ വിളിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കിയാൽ ഇന്നലെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച മഹാനവറുകൾ പറഞ്ഞ സംഭവത്തിന്റെ വിശദാംശം ലളിതമായി ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പ്രയോഗിച്ചതാണ്, പിൽക്കാലക്കാര് അനുകരിച്ചതാണ്, നമ്മുടെ വകയല്ല. ചില ആളുകള് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോഴേക്ക് ഓ വഫാത്തായി പോയ നബിയെ ഇപ്പൊ ഇങ്ങനെ വിളിക്കോ? അതിന് ഒരുപാട് മറുപടി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും ഹയ്യാണ്, ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ലോകത്ത് ഇത്രയേറെ വിളിക്കപ്പെടുന്ന ഒരു നേതാവ് വേറെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണത്.
140 കോടിയിലേറെ മുസ്ലിങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതിലൊരു 50 കോടി ആളുകൾ നിസ്കരിക്കുന്നു എന്ന് വെക്കുക. 50 കോടി ആളുകൾ നിസ്കരിക്കുന്നു എന്ന് വെക്കുക. ബാക്കി കുറെ ആൾക്ക് അറിയില്ല, ശ്രദ്ധിക്കണില്ല, താരിഖു സ്വലാത്തുണ്ട്, ഒക്കെ തള്ള നമ്മൾ. 50 കോടി ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് വന്നാൽ അവരുടെ ഫർള് നിസ്കാരത്തിന്റെ കണക്ക് മാത്രം എടുത്താൽ, പ്രിയമുള്ളവരെ, ഓരോ സാധാരണക്കാരനായ വിശ്വാസിയും എല്ലാ ദിവസവും 9 തവണ പറയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഓ പ്രവാചകരെ, അവിടുത്തേക്ക് അഭിവാദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര കോടിയായി, എത്ര കോടിയായി! ഇത് സങ്കല്പമല്ല. ലോകത്ത് ഇതുപോലെ വിളിക്കപ്പെടുന്ന ഒരു നേതാവ് വേറെ ആരാണ്? 140 കോടി വിശ്വാസികളിൽ നിന്ന് 50 കോടി മുസ്ലിമീങ്ങൾ 5 നേരം ഫർള് നിസ്കാരം മാത്രം കണക്ക് കൂട്ടിയാൽ 9 തവണ ഒരു ദിവസം പറയും അസ്സലാമു അലൈക അയ്യുഹൻ നബി. സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തേതെങ്കിലും ഒരു രാജാവിന്, ഒരു ഭരണാധികാരിക്ക് അവിടുത്തെ പ്രജകളോ അനുയായികളോ ഇങ്ങനെ അഭിവാദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ലെന്ന് പറയാൻ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു മഹാത്മാവിനെ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ പവിത്രാത്മാവിനെ വിളിക്കുന്നുണ്ടോ? ഇല്ല, വിളിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഒരു മുസ്ലിമായ കുട്ടി ജനിച്ചു വീണാൽ ആദ്യം കേൾക്കുന്ന വ്യക്തിയുടെ പേരേതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വ്യക്തിയല്ല, നമ്മുടെ ഖാലിഖാണ്. അല്ലാഹുവിന്റെ പേര് കേട്ടാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വാങ്ക് കേട്ടു. പിന്നീട് കേൾക്കുന്നത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് കേൾക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടത്. അപ്പൊ അടുത്ത കാലത്ത് ആരോ ഒരാൾ പറഞ്ഞ് അങ്ങനെ വാങ്ങൊന്നും കൊടുക്കണ്ടെന്ന്. വേറെ ആരും അങ്ങനെ എതിർത്ത് കേട്ടില്ല. നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ വാപ്പയുടെ, ഉമ്മയുടെ, ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും പേര് കേൾക്കുന്നതിന് മുമ്പ്, ആ സമയത്ത് പ്രസവിച്ചിട്ട് നൊമ്പരം മാറിയിട്ടില്ലാതെ പുളഞ്ഞു കിടക്കുന്ന ഉമ്മാന്റെ പേര് കേൾക്കുന്നതിന് മുമ്പ് നവജാത ശിശു കേട്ട പേരേതാണ്? സറാപാ ചമന് ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. നൊന്തുപെറ്റ ഉമ്മ പ്രസവ നൊമ്പരത്തിന്റെ ആധിക്യത്തിൽ പൊളഞ്ഞുകൊണ്ട് കിടക്കുമ്പോ ആ ഉമ്മാന്റെ പേര് മകളുടെ കാതിൽ പറഞ്ഞു കൊടുക്കണില്ല. ആ ഉമ്മയുടെയും കൽബിലെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി. അങ്ങനെ ആയാലും പറ്റൂല. أنت أم أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي. الصلاة നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ആദ്യമായി കേട്ട പേര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നൊന്ത് പെറ്റിട്ട് നൊമ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിന്റെ കാതിലൊന്ന് വാങ്ങുകൊടുത്തിരുന്നെങ്കിൽ എന്നാണ്. എന്റെ പേരറിയേണ്ടതില്ല,
പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഉമ്മയുടെ പേര് ആ മകൻ അറിയുന്നത്, മകൾ അറിയുന്നത്. ജനിച്ച ഉടനെ കേട്ട സൃഷ്ടിയുടെ പേരേതാണ്? അഫ്ളലുൽ മഖ്ലൂഖാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. വരാം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാമോ എന്ന ചർച്ചയിലേക്ക്. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഫീ ഹാജത്തിൻ ലഹു. ഒരാളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പല പ്രാവശ്യവും ഒരാവശ്യം ഉന്നയിക്കാൻ വേണ്ടി പോയി. فكان عثمان لا يلتفت إليه ولا ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ ഈത്തിൽ മീള, മോൻ വുളു എടുക്കുന്ന സ്ഥലത്ത് പോകണം. എന്നിട്ടോ നീ ഒരു കാര്യം ചെയ്യണം, നല്ല ഒരു വുളു എടുക്കണം മോനെ, നല്ല ഒരു വുളു എടുക്കണം. എന്നിട്ടോ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നേരെ പോയിട്ട് നല്ല ഒരു വുളു എടുക്കണം. വുളു എടുത്തതിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ടൊന്ന് പറയണം. എന്താണ് പറയേണ്ടത്? ഒരു കാര്യം ചെയ്യണം മോനെ, ഈത്തിൽ മസ്ജിദ ഫസല്ലി ഫീഹി റകഅതൈൻ, വുളു എടുത്തിട്ട് 2 റകഅത്ത് നിസ്കരിക്കണം. നമ്മുടെ ഇടയിൽ ദുആ ചെയ്യാൻ പറയാൻ ഇപ്പൊ വലിയ ആവേശമാണ്. വാട്സപ്പും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ പാഴ്സലായിട്ട് മൊത്തമായിട്ട് ചില്ലറായിട്ടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ ആളുകൾ റെഡിയാ, ദുആരക്കാൻ ആളുകൾ വളരെ കുറവാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ശീലിക്കണം. എനിക്കൊരാവശ്യം നേടാനുണ്ട്, എന്നാൽ ഞാൻ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ഇറക്കണം. അല്ലയോ ഹബീബായ തങ്ങളെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ലാ യഅബഉ ബിക്കും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. പരിഗണിക്കണമെങ്കിൽ ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ. ഇപ്പൊ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ മത്സര, പക്ഷെ ദുആ ഇറക്കാൻ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദുആ എന്ന് ശീലിക്കണം. അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നല്ലതുപോലെ വുളു എടുക്കണം. എങ്ങനെയാണ് നല്ല വുളു എടുക്കുക? നല്ല വുളു എടുക്കുന്ന എങ്ങനെയാ? കടലിൽ ചാടിയിട്ടാ? കുളത്തിൽ ഇറങ്ങിയിട്ടാ? അല്ല, വുളുവിന്റെ സുന്നത്തുകളെല്ലാം പരമാവധി പാലിച്ചുകൊണ്ടെടുക്കണം. നമ്മളിപ്പോൾ ചോറ് മാത്രം കഴിക്കുന്നവരാണ്, കറി കഴിക്കാത്തവരാ. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് അത്യാവശ്യം ഉള്ള കാര്യമൊക്കെ എടുക്കും, വുളുവിന്റെ ഫർളൊക്കെ കണ്ടു വീടും, സുന്നത്തൊന്നുമില്ല. നമ്മളെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ചോറ് മാത്രം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഉസ്താദിന് ഇന്ന് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു തട്ടിൽ ചോറ് മാത്രം അങ്ങനെ കൊടുത്തു വിട്ടാൽ എന്തായിരിക്കും പ്രതികരണം? അതുമാതിരിയാണ് ഇപ്പം നമ്മുടെ നിസ്കാരം. ഫർള് മാത്രമേ ഉള്ളൂ, കറിയില്ല, ഉപ്പേരിയില്ല, അച്ചാറില്ല, ഒന്നുമില്ലാതെ ചോറ് മാത്രം ഇങ്ങനെ കൊടുത്തു വിട്ടാൽ, ഉസ്താദിന് ചോറ് കൊടുത്തോ? ആ ചോറ് കൊടുത്ത്. കഴിച്ചോ? ഇല്ല. എന്തേ കഴിക്കാഞ്ഞ്? കറി ഉണ്ടായില്ല. എന്ന മാതിരിയാണ് ഇപ്പൊ നമ്മുടെ നിസ്കാരം. ഫർള് മാത്രം വീടുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ പലരും മാറുന്നു. വുളു എടുക്കാൻ പോകുമ്പോൾ വുളുവിന്റെ മുമ്പുള്ള ദിക്റില്ല,
വുളൂഇന് ശേഷമുള്ള ദുആ ഇല്ല. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്തില്ല. കേവലം ചോറ് മാത്രം കൊടുക്കുന്നത് പോലെ അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ സുന്നത്തുകൾ പാലിക്കണം. ഹാഫിള് അലാ സുനനിൻ വആസാരിൻ അതത് മർവിയതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. മോനെ, ഹാഫിള് അലാ സുനനിൻ, സുന്നത്തുകൾ നീ നന്നായി പരിപാലിക്കണം. വാസാരിൻ അതത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചര്യകളെ നിങ്ങൾ പിൻപറ്റണം. മർവിയതൻ അൻ ഖൈരി മൻ ജാ മുർസലാ, ലോകത്ത് നിയോഗിക്കപ്പെട്ട റസൂലുകളിൽ ഏറ്റവും ഉന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ നിങ്ങൾ പിൻപറ്റണം. അവ നല്ല വുളു എന്ന് പറഞ്ഞാൽ വുളുവിന്റെ സുന്നത്തുകളും അതിന്റെ ആദാബുകളും ഹുറുമാത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ വുളു എടുക്കാൻ. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. നല്ല 2 റക്അത്ത് നിസ്കാരം, പരമാവധി സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരം. എന്നിട്ടോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. നബിയ്യിർ റഹ്മാൻ, കാരുണ്യത്തിന്റെ നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, യാ മുഹമ്മദു. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫയഖ്ളി ലി ഹാജതി. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, മോനെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം, നല്ല വുളു എടുത്ത് നല്ല നിസ്കാരം നിർവഹിക്കണം. എന്നിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പോരാ, യാ ക്രമ കൂടി ചെല്ലണം. യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. ഫയഖ്ളി ലി ഹാജതി, അങ്ങനെ ഞാൻ തിരിയുമ്പോൾ അല്ലാഹു എൻ്റെ കാര്യം നിറവേറ്റി തരും. അതവജ്ജഹു ബിക ഇലാ റബ്ബി എന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അന്നാണ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയുന്നത്, മോനെ വിളിക്കണം ആരെ? യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം. എന്നിട്ട് പറയണം, ഫയഖ്ളി ലി ഹാജതി, അങ്ങനെ തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് വിളിക്കുമ്പോൾ എൻ്റെ ആവശ്യം നിറവേറ്റി തരും. വതദ്കുറു ഹാജതക, എന്നിട്ട് നിന്റെ ആവശ്യം എന്താണോ അള്ളാനോട് അങ്ങ് പറഞ്ഞോളി, ഇന്ന ആവശ്യമാണ്. ഇദ്ദേഹം പോയിട്ട് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി തന്നെ ചെയ്തു. ഉസ്മാൻ, എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിന്റെ വാതിൽക്കലെത്തി. അന്നത്തെ ഭരണാധികാരിയാണ്. അങ്ങനെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ ഫജാഅൽ ബവ്വാബു, പാറാവുകാരൻ വരികയാണ്. ഹത്താ അഖദ ബിയദിഹി ഫഅദ്ഖലഹു അലാ ഉസ്മാൻ. കാലങ്ങളായി വാതിൽക്കൽ വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത പാറാവുകാരൻ, ഒരിക്കൽ പോലും പെർമിഷൻ ലഭിക്കാത്ത ദർബാറിന്റെ മുന്നിൽ വന്നപ്പോൾ പാറാവുകാരൻ വന്നിട്ട് കൈപിടിച്ച് അകത്ത് കൊണ്ടുപോവുകയാണ്. ഫഅദ്ഖലഹു അലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുത്ത് കൊണ്ടുചെല്ലുന്നു. ഫഅജ്ലസഹു മഅഹു അല തുംഫുസതി, വിരിപ്പിൽ ഒപ്പമിരുത്തുകയാണ്. വിരിപ്പിലൊപ്പം ഇരുത്തിയിട്ടോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ, വേണ്ടതൊക്കെ ഞാൻ തരാം. ചോദിച്ച് കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തു. സുമ്മ ഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, മാ കാനത് ലക മിൻ ഹാജ, എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ ഫഅ്തിന, ഇവിടെ വന്നോളി, ഇപ്പോൾ ആവശ്യം നിറവേറ്റി തരാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാൽ ഇനിയും ഇവിടെ വന്നോളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനോട് അതാ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ثم إن الرجل خرج من عنده فلقي عثمان بن حنيف. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി നേരെ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിങ്ങൾക്ക് നന്മ തരട്ടെ. നിങ്ങൾ വിളിച്ചു പറയുന്നത് വരെ എന്നെ നേരത്തെ ഒട്ടും പരിഗണിച്ചിട്ടില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളടുത്ത് ഒരു സ്വീകാര്യത കിട്ടിയത്, കാര്യങ്ങളൊക്കെ നേടിയത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കല്ലംതുഹു, ഞാൻ നിങ്ങളുടെ കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങളുടെ കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ എന്താണ് ഉണ്ടായത്? വലാകിൻ ഷഹിദ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലുള്ളപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണ് ഉണ്ടായത്? വഅതാഹു റജുലുൻ ലരീറൽ ബസരി, കാഴ്ചയില്ലാത്ത ഒരാൾ വന്നു. ഫശകാ ഇലൈഹി ദഹാബ ബസരിഹി, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എൻ്റെ കാഴ്ച പോയിരിക്കുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്ന് ക്ഷമിച്ചാൽ കൂലിയുണ്ട് മോനെ. അല്ലാഹു തആല ഈ ലോകത്ത് ഒരാളുടെ കാഴ്ച എടുത്തു കളഞ്ഞാൽ അബ്ദലഹുല്ലാഹുൽ ജന്ന, അയാൾക്ക് അല്ലാഹു പകരം സ്വർഗം നൽകുന്നതാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടും, ക്ഷമിച്ചാൽ ഏത് മുസീബത്തിനും സ്വർഗം കിട്ടും. അതുകൊണ്ടാണ് ഫലസ്തീനിലെ കുഞ്ഞുമോൻ പറഞ്ഞല്ലോ, അജബല്ലാഹു ഫീ അംരിൽ മുസ്ലിം, മുസ്ലിമിന്റെ കാര്യം അത്ഭുതം തന്നെ. ഇദാ അസ്വാബഹു മുസീബ ഫഖാല ഇന്നാ ലില്ലാഹ്. ആ കുഞ്ഞുമോന്റെ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട് അല്ലേ? നല്ല സംഭാവന കൊടുക്കണം, അള്ളാഹു സ്വീകരിക്കട്ടെ. മൗലിദിന് സംഭാവന കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന എന്താ? ഒന്ന് സ്വലാത്താണ്, രണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രചരിപ്പിക്കാനുള്ള സപ്പോർട്ടാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കിട്ടുന്ന അവസരം. അതുകൊണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വേറെ ഒരു താല്പര്യമില്ല ഇവിടെ. ഈ സംഘാടനം 18 വർഷമായി നമ്മുടെ നാട്ടിലെ SSFന്റെ കുട്ടികൾ ഒരുക്കുന്ന ഈ വേദി വേറെ ഒരു താല്പര്യത്തിനുമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനാണ്, അറിയാനാണ്. അതുകൊണ്ട് ഈ നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിന് നിദാനമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാഴ്ചയില്ലാത്ത മനുഷ്യനോട് പറയാണ്, ക്ഷമിക്കുമോനെ, എന്നാൽ ആഖിറത്തിൽ വലിയ പ്രതിഫലം കിട്ടുമേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൈസ ലി ഖായിദുൻ, ഞാൻ ക്ഷമിക്കാമായിരുന്നു, പക്ഷേ എന്നെ ഒന്ന് കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് കാഴ്ച കിട്ടിയില്ലെങ്കിൽ വിഷമായി പോവും. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ തിൽമീള, മോനെ ഒളു എടുക്കുന്ന സ്ഥലത്ത് പോവ്. ഫതവല്ല, എന്നിട്ട് ഒളു എടുക്ക്. സുമ്മ സല്ലി റകഅതൈൻ, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിക്ക്. സുമ്മ ദുഅ ബിഹാദിഹിൽ കലിമാത്ത്, ഈ വാചകങ്ങൾ കൊണ്ട് ദുആ ചെയ്യ്. ഏത് വാചകം? യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? വേറെ ആരുമല്ല, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ്. യാ കറമസ്തഖലൈനി യാ കൻസൽ വറാ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, യാ കറമസ്തഖലൈനി യാ കൻസൽ വറാ,
ഈ ലോകത്ത് മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഏറ്റവും ഉന്നതരായ നബിയേ, പ്രപഞ്ചത്തിന്റെ മുഴുവനും നിധിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച് വിളിച്ചപ്പോൾ യാ അക്രമസ്തഖലീൻ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ഇമാം ബൂസീരി തങ്ങളും വിളിക്കുകയാണ്, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി. അതേ വഴി പിന്തുടർന്നുകൊണ്ടാണ് മലബാറിന്റെ മാണിക്യമായ മദീനയിലേക്ക് മലബാറിൽ നിന്ന് മാണിക്യം സമ്മാനിച്ച മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, യാ അക്രമൽ ഖുറമാ അലാ ഇതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. അല്ലയോ ഹബീബായ തങ്ങളെ, യാ അക്രമൽ ഖുറമാ, ലോകത്തുള്ള ഉന്നതരുടെ എല്ലാം മേലെ ഉന്നതരായ പുണ്യപ്രഭോ, ഞാൻ അവിടുത്തെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഈ വിളി പറ്റുമോ? ഒരാശങ്കയും വേണ്ട. യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കെ വാസ്തേ, അല്ലാഹുവേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണമേ. ഇന്ന് നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. യാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിളിക്കാമോ എന്ന്. ചില ആളുകൾക്ക് ആശങ്കയാണ്, ഇക്കാലം ഇത്രയും കഴിഞ്ഞു, ഒരു ബേജാറും വേണ്ട. നമ്മൾ ഈ നടത്തുന്ന ഈ പരിപാടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാം. അതാരാണ് പറഞ്ഞത്? ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, തങ്ങളെ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ഇഅ്മലൂ, നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവിൻ, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും അവന്റെ ദൂതരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. ഹദീസിലേക്ക് വരൂ, തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ നിങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഹമിദുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുമേ. ഇൻ വജത്തു ഗൈറ ദാലിക, അല്ല നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ദുഃഖമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ദുഃഖമാവുക? ഇസ്തഗ്ഫർതു ലഹും, ഞാൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഇസ്തിഗ്ഫാറിന്റെ തുടക്കം എങ്ങനെ? ഫത്ലുബു മതാബൻ ബിന്നദാമത്തി മുഖ്ലിഅ, വേദനയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൊന്തുപോകും. പള്ളിമുക്കിലെ ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പാലിക്കുന്നതിന് പകരം അഹങ്കാരമായി അതിനെ നിരാകരിച്ചാൽ ഉമ്മയ്ക്ക് വേദന ഉണ്ടാവില്ല, ഉമ്മ പരിഷ്കാരിയായിട്ടുണ്ടാകും. പ്രായമേറിയാലും സൗന്ദര്യം കുറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് പരിഷ്കാരത്തിന്റെ പിന്നാലെ നടക്കുന്ന ചില ഉമ്മമാരുണ്ട്. പറതിട്ട് പോയാൽ സൗന്ദര്യം കുറഞ്ഞു പോയാലോ? ഹിജാബ് ഇട്ട് പോയാൽ സൗന്ദര്യം കുറഞ്ഞു പോയാലോ? എവിടേക്കാണ് നിങ്ങളുടെ സഞ്ചാരം? ഞാൻ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ ഇഷ്ടം വെക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെ സംവാദമല്ല, ഇവിടെ വാക്കുതർക്കങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേമഭാജനമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അല്ലാതെ യുക്തിവാദം, നിരീശ്വരവാദം, അങ്ങനെ വാദം, ഇങ്ങനെ വാദം, ആ വാദത്തിനും ഗണ്ണനത്തിനൊന്നുള്ള വേദിയല്ല ഇത്. ഇത് അനുരാഗത്തെക്കുറിച്ച് പറയുന്ന വേദിയാണ്. നിങ്ങളുടെ ഇഷ്ടപാത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തേക്ക് വലിയ ഇഷ്ടമാണ്.
അല്ലയോ മോനെ, നിന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇഷ്ടം വെച്ചേനെയല്ല മോനെ. സ്വഹാബികൾ താബിഉകളിൽ ചിലരെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. നിന്റെ നടപ്പ് നല്ല നടപ്പാണ്, നിന്റെ രീതി നല്ല രീതിയാണ്. ലൗ റആക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും മോനെ കണ്ടിരുന്നെങ്കിൽ തങ്ങൾക്ക് വലിയ ഇഷ്ടമായി പോയേനെ. ഇതുപോലെ എന്നെയും നിങ്ങളെയും കുറിച്ച് പറയാൻ പറ്റുന്ന ജീവിതമുണ്ടോ? അപ്പോഴാണ് നമ്മൾ മുഹിബ്ബീങ്ങളാകുന്നത്. കേവലം മഹബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് കാര്യമില്ല, സ്വലാത്ത് ഗ്രൂപ്പിൽ കമന്റ് അടിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ താഴെ വന്നിട്ട് ഫ്ലവർ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിന്റെ പതപ്പ് ഉയരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരട്ടെ. ഇന്ന് എല്ലാം പൊളൈറ്റ് മീനിങ്ലെസ് വേർഡ്, അർത്ഥമില്ലാത്ത വാക്കുകളായ കാലമാണ്. ആശിഖിനും മുഹിബിനും ഇവിടെ നിർലോഭം പ്രയോഗം വരുന്ന കാലമാണ്. രണ്ട് പാട്ട് പാടുമ്പോഴേക്ക് ആശിഖുർ റസൂൽ, മാദിഹുർ റസൂൽ, മുഹിബുർ റസൂൽ വിലാസം വെക്കുന്ന കാലമാണ്. ഈ പേര് വെക്കപ്പെടുന്നവരൊന്ന് ആലോചിക്കട്ടെ. എന്റെ ഖൽബിൽ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടോ? എന്റെ ആദരത്തിൽ സ്വലാത്തുണ്ടോ? എന്റെ കർമ്മത്തിൽ സുന്നത്തുകളുണ്ടോ? എന്റെ അനുഷ്ഠാനത്തിൽ അനുസരണകളുണ്ടോ? എന്റെ രാവുകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഹൃദയ സല്ലാപമുണ്ടോ? ലോകത്താരൊക്കെ പോസ്റ്റർ അടിച്ച് ആരൊക്കെ കമന്റ് പാസാക്കിയാലും യാഥാർത്ഥ്യമറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എന്റെയും നിങ്ങളുടെയും ഖൽബും കർമ്മങ്ങളും നിവർത്തപ്പെടുമ്പോൾ ഞാൻ സ്വലാത്തിന്റെ ആളാണോ? നമ്മൾ സ്വന്തം ആലോചിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയ പ്രമോഷന്റെ കാലം. രണ്ട് പാട്ട് പാടുമ്പോഴേക്ക് ആശിഖുർ റസൂൽ എന്ന വിലാസവും പോസ്റ്ററും വരുന്ന കാലം. അതുകൊണ്ടായില്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആലോചന വേണം. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എന്താണ് ബന്ധമുള്ളത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എന്താണ് ബന്ധമുള്ളത്? ചില ആളുകൾ വിചാരിക്കും നഅ്ലേ മുബാറക്കിന്റെ രൂപം വെച്ചില്ലെങ്കിൽ മഹബത്ത് വരില്ലെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് മുഴുവനും ആദരിക്കൽ സ്നേഹമാണ്, അതിനെ സ്നേഹിക്കൽ പുണ്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ചെല്ലുമ്പോൾ, മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ചെല്ലുമ്പോൾ കാല് വിറയ്ക്കുകയാണ്, പാദമിടറുകയാണ്. ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബ്രിഹി ഉഗമീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദ്രിഹി. എങ്ങനെയാണ് ഈ മണ്ണിൽ കാലൂന്നുക? എങ്ങനെയാണ് ഈ വിണ്ണിലൊന്ന് നോക്കുക? എന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസന്നിധാനമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അകന്നു നിൽക്കുന്ന എത്ര ആളുകളാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് പാസ് ഉണ്ടായിട്ടും പാസ് ഇല്ലാതെ 5 നേരം റൗളയിൽ പോയി സംസ്കരിച്ചു. ചില ആൾ പറയും, ചില ആൾ 8 ദിവസമായി അവിടെ എത്തിയിട്ട് ഇതുവരെ മുവാജഹത്തിൽ വേണ്ട പോലെ എത്താൻ കഴിഞ്ഞില്ല. ബാബുസലാമിൽ കയറിയപ്പോഴേക്ക് കാലിടറിപ്പോയി, കൽബ് പതറിപ്പോയി. ഏതൊരു രാജാവിൻ്റെ ദർബാറിലേക്കാണ് ഞാൻ പോണത്? ഏതൊരു നേതാവിന്റെ സന്നിധാനത്തിലേക്കാണ് ഞാൻ പോണത്? എന്ത് കാണിക്കയും കൊണ്ടാണ് ഞാൻ വന്നത് എന്നാലോചിച്ചു പോകുമ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നവർ അവർക്ക് ഭയമാവുകയാണ്. മദീനയിലേക്ക് കാലുവെക്കാൻ കഴിയണില്ല. മദീനയിലേക്ക് പാദമൂന്നുമ്പോഴേക്ക് അവരുടെ പാദം ഇടറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ അവർക്ക് കാലുറയ്ക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ശരിയായ മുഹിബ്ബീങ്ങളാവണം.
നമ്മളുടെ ജീവിതത്തിൽ നല്ലതുപോലെ സ്വലാത്തിന്റെ അരമന വേണം. സ്വലാത്തിന്റെ അരങ്ങ് പോരാ, സ്വലാത്തിന്റെ അരമന വേണം കേട്ടോ. ഇന്നൊരുപാട് മുഹിബ്ബുകളുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നിഷ്കളങ്കമായ മഹബ്ബത്ത് കൊണ്ട് ആരുണ്ടാക്കുന്ന ഗ്രൂപ്പിലും അവർ കയറും, ആരുണ്ടാക്കുന്ന കമ്മിറ്റിയിലും അവർ കൂടും. പക്ഷേ അത് കൂടുന്ന സമയത്ത് മോനെ, പ്രിയമുള്ള പെങ്ങളെ, എന്റെ ഈ ഗ്രൂപ്പുകൾ നയിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ ഒരു വാരിസാണോ, ഇതിന് ഔസാഫുകൾ ഒത്ത ആളാണോ എന്നൊന്ന് നോക്കണേ. എന്നിട്ട് വേണം. ചില ആളുകൾ, നിഷ്കളങ്കരായ ആളുകൾ, സ്വലാത്തിന്റെ ഗ്രൂപ്പല്ലേ എന്ന് വിചാരിച്ചു ചേരും. അവരെ ഗൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ മൂല്യങ്ങൾ വേണ്ട പോലെ അറിയാത്തവരായിരിക്കും. പിന്നെ അവരെങ്ങോട്ടാ കൊണ്ടുപോകാന്ന് അറിയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസുകൾ ആരാണ്? ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ബൽ വറസുൽ ഇൽമ. ഇൽമാകുന്ന ഇർസ് ലഭിച്ച ആളുകളാണോ എന്ന് നോക്കണം. ആ ഇൽമാകുന്ന അനന്തരം ലഭിച്ചവരുടെ പിന്നിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അവർക്കാണ് അറിയുക നെല്ലേതാണ് പതിരേതാണെന്ന് അവർക്കേ അറിയൂ. ഇവിടെയുള്ള പിഴച്ച ത്വരീഖത്തുകളുടെ മുഴുവനും വലയത്തിലേക്ക് പോയവർ ആത്മീയതയെ ദാഹിച്ചുകൊണ്ട് പോയവരാണ്. അവരറിഞ്ഞില്ല ആരുടെ പിന്നിലാണ് പോകുന്നത് എന്ന്. എന്നാൽ ഇവിടെ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. ആരാണ് ആലിമീങ്ങൾ? അവരുടെ ജീവിതം കൊണ്ട് ചെയ്ത കർമ്മം ഒരാൾക്ക് സാധാരണയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. സുൽത്താനുൽ ഉലമ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അരനൂറ്റാണ്ടിലേറെയായി സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തുന്നു. ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്തിരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധികാരിക വചനങ്ങളുടെ ആധികാരിക സ്രോതസ്സായ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതുന്നു. അങ്ങനെയുള്ള വലിയ ആലിമീങ്ങളുടെ പിന്നിൽ നിൽക്കുമ്പോൾ ചിലര് വിചാരിക്കുകയാണ് ഇതിനേക്കാൾ ആത്മീയത അവിടെ മൂലക്ക് മുടിയും വളർത്തി, അതാ ദാടിയും വെട്ടാതെ, അതാ ജാടയും കെട്ടിയിരിക്കുന്ന ആള് വലിയ ശൈഖാണ്, മുറബ്ബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ കിബാറുൽ ഉലമാഇനെ, അറിവിന്റെ ആഴം കണ്ടവർ, ആരാധനയുടെ ആത്മാവറിഞ്ഞവർ, അറിവ് പറഞ്ഞു കൊടുക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, ഈ ലോകത്തിന്റെ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് പണത്തെ പ്രണയിക്കാത്തവർ, അവരുടെ പിന്നിൽ വരാൻ ചില സാധാരണക്കാർക്ക് ബോധ്യം വരുന്നില്ല. നമ്മൾ നോക്കണം ആരുടെ പിന്നിലാണ് നമ്മൾ പോണത്. ഏതോ ഒരു മൂലയിൽ ഇരുന്നിട്ട് ജാട കാണിക്കുമ്പോൾ വലിയാവില്ല, സൂഫിയാവില്ല. ചില ആളുകൾ അതിന്റെ വലയിൽ പെട്ടുപോകും. നമുക്കിവിടെയുണ്ട് റഈസുൽ ഉലമാ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അരനൂറ്റാണ്ടിലേറെയായി അവരും സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് എടുക്കുന്നു. ഇൽമിന്റെ രാപ്പകലല്ലാതെ വേറെ ഒന്ന് പറയാനില്ല. പാരമ്പര്യ ആലിമീങ്ങളുടെ വർത്തമാനകാല ആവിഷ്കാരമല്ലാതെ വേറെ ഒന്നും അവർക്ക് മുന്നിൽ വെക്കാനില്ല. അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ പിന്നിൽ സഞ്ചരിച്ചോ. അപ്പോഴാണ് അറിയുക യാക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. അപ്പോഴാണ് അറിയാ എന്താണ് ഈ വിളിക്കുന്നതിൻ്റെ മൂല്യം. അല്ലെങ്കിൽ ചിലപ്പോൾ കഥയറിയാതെ പലതും ചെയ്തു കൂട്ടും. ത്വരീഖത്തിന്റെ പേരിൽ പലതും ചെയ്യും, ജാടകളുടെ പേരിൽ പലതും ചെയ്യും. ജാഹിലുകളായ ആളുകളെ ശൈഖുമാരാണെന്ന് തെറ്റിദ്ധരിക്കും. സഹോദരിമാർ ചിലപ്പോൾ അത്തരം വലയങ്ങളിൽ വേഗം വീഴും. ആരാണ് ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആധികാരികമായി പഠിച്ച ആളാണോ, ആലിമാണോ എന്ന് നമ്മൾ അറിയണം.
നഅൽ മുബാറക്കിന്റെ രൂപം വെച്ചതുകൊണ്ട് ആലിമായില്ല, അതിന്റെ തൊപ്പി വെച്ചതുകൊണ്ട് ഇൽമിൽ മുതബഹിറാണെന്ന് പറയാനായില്ല, അതിന്റെ കച്ചവടം നടത്തിയത് കൊണ്ടായില്ല. അറിയേണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നവർ അവരാരാണ്? അൽ ഉലമാ, ഉലമാക്കളാണ്. ആ ഉലമാഇന്റെ പിന്നിൽ നമ്മൾ നിരക്കണേ. ജാഹിലുകളായ ആളുകളുടെ മുന്നിൽ എന്തെങ്കിലും ജാടകൾ കണ്ട് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. യാ സയ്യിദസ് സഖലൈൻ, യാ അക്രമൽ ഖൽഖ്, യാ അക്രമൽ ഖുറമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിക്കുക, നമ്മുടെ ആവലാദികൾ പറയുക, അത് മതപരമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഡൽ കാണിച്ചു തന്നതാണ്. ആ മോഡലിന്റെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കവിതയെ നമ്മൾ വെറുതെ അങ്ങ് പിന്തുടരുകയല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് റബ്ബേ നീ കാര്യം നിറവേറ്റി തരണേ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളോട് കുറെ കാര്യം പറയാണ്ട്. അതിന് അല്ലാഹു തആല എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കി നിർത്തി. എന്നിട്ട് ആ നബിയിലൂടെ നമുക്ക് എല്ലാം തന്നു. സർവാധികാരിയായ അല്ലാഹു തആല നമ്മളോട് പറയാനുള്ളത് ഒരു നബിയിലൂടെ അറിയിച്ചു തന്നു. നമുക്ക് റബ്ബിനോട് പറയുമ്പോൾ ആ നബിയെ ഇടയിൽ നിർത്തുന്നതിന് എന്തിന് ആശങ്ക വേണം? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഖാലിഖായ റബ്ബ്, അവന്റെ ഖുർആൻ, അവന്റെ ഈമാൻ, അവന്റെ ഹിദായത്ത് എല്ലാം അവന്റെ പടപ്പുകൾക്ക് നൽകാൻ അല്ലാഹു തആല ഇടയ്ക്ക് നബിയെ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റബ്ബിനോട് ആവലാതി പറയുമ്പോൾ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ നമ്മൾ എന്തിനു മടിക്കണം? അത് സുന്നത്തുല്ലാഹിയാണ്, അല്ലാഹുവിന്റെ ചര്യയാണ്. ഇടയിൽ ബിഅ്സത്തുർ റുസുലി, മുർസലീങ്ങളെ നിയോഗിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ രീതിയാണ്. ആ രീതി പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖിതാബ് നടത്തി, നമ്മളോട് സംബോധന ചെയ്തു. ആ നബി ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ നമുക്ക് ബാധകമല്ല, അല്ലാഹുവിന്റെ കൽപ്പനകൾ നമുക്ക് ബാധകമല്ല. അതുകൊണ്ടല്ലേ ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ നിയോഗിക്കാതെ നിങ്ങൾക്ക് നിയമമില്ല. ഈസാ അലൈഹിസ്സലാമിന്റെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിലുള്ള ജനവിഭാഗം ഈസാ നബിയുടെ ശരീഅത്ത് കിട്ടിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുമില്ല. അതിന്റെ ഇടയിലുള്ള ആളുകൾ ആരാണ്? അഹ്ലുൽ ഫത്ര, നിയമം ബാധകമല്ലാത്ത ആളുകളാണ്. അവർക്ക് നിയമമില്ല, അല്ലല്ലാഞ്ഞിട്ടല്ല, നിയമമില്ലാഞ്ഞിട്ടുമല്ല, അല്ല റസൂലിനെ അയക്കാത്തത് കൊണ്ടാണ്. വേറൊന്നിന്റെ കുറവില്ല, റസൂലിനെ അയച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാഹു ഉണ്ട്, അവന്റെ നിയമങ്ങളുണ്ട്, ഇടയിൽ റസൂലിനെ അയച്ചിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് കാലത്തുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം ബാധകമാക്കിയിട്ടില്ല. അഹ്ലുൽ ഫത്ര, അവർക്ക് നിയമം ബാധകമല്ല. പ്രിയമുള്ളവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ മഹബ്ബത്തിന്റെ വേദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ഉമ്മരത്തേക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇന്നും അങ്ങനെയാണ്. നമുക്കൊന്ന് പറയാം. അറിയുമോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വായിച്ചു നോക്കാം. അലി റളിയല്ലാഹു അൻഹു, അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഉതിയ ബിദാബത്തിൻ, മഹാനവറുകൾക്കൊരു മൃഗം ഹാജരാക്കപ്പെട്ടു. സഞ്ചരിക്കാനുള്ള വാഹനമായ മൃഗം കൊണ്ടുവന്നു. ഫലമ്മാ വളഅ റിജ്ലഹു ഫിർ റികാബി, ആ വാഹനത്തിന്റെ പടി ചവിട്ടിലേക്ക് അഥവാ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കയറുമ്പോൾ ചവിട്ടേണ്ട സ്ഥലത്ത് കാലുവച്ചപ്പോൾ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ഫലമ്മസ്തവാ അലാ ലഹ്രിഹാ, ആ വാഹനത്തിന്റെ മുകളിൽ റെഡിയായിരുന്നപ്പോൾ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സലാസൻ, 3 പ്രാവശ്യം. വല്ലാഹു അക്ബർ സലാസൻ, തക്ബീർ 3 പ്രാവശ്യം ചൊല്ലി. അപ്പൊ വാഹനത്തിൽ കയറുമ്പോൾ എങ്ങനെയാണ് ദിക്റ് ചൊല്ലേണ്ടത്? വാഹനത്തിൽ കയറുമ്പോൾ ആദ്യം ബിസ്മി ചൊല്ലണം, പിന്നീട് 3 പ്രാവശ്യം ഹംദു ചൊല്ലണം, പിന്നീട് 3 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. മറ്റൊരു റിവായത്ത് പ്രകാരം 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹും ചൊല്ലണം. ഇത് ചൊല്ലിയതിനു ശേഷമാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആയത്തോതി. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, സുബ്ഹാനക, നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല. ഖദ് ളലംതു നഫ്സി, ഞാൻ എന്നെ ആക്രമിച്ചുപോയി, അഥവാ തെറ്റുകൾ ചെയ്തു പോയി. തെറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ ആക്രമിക്കലാണ്. ഞാൻ തെറ്റു ചെയ്താൽ ഞാൻ ശിക്ഷയ്ക്ക് വിധേയനാകും, ശിക്ഷയ്ക്ക് അർഹനാകും. അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നോടുള്ള അക്രമമാണ്. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ കളവ് പറഞ്ഞാൽ അതെന്റെ നഫ്സിനോടുള്ള അക്രമമാണ്. ഞാൻ ഹറാമ് ചെയ്താൽ ഞാൻ സ്വയം ശിക്ഷാർഹനാവുകയാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ അക്രമം ചെയ്തയാളാണ്. പറയട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനില്ല. ഖദ് ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. ഫഗ്ഫിർ ലീ ദുനൂബി, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ. സുമ്മ ലഹിക, പിന്നെ അലി റളിയല്ലാഹു അൻഹു ഒരു ചിരി ചിരിച്ചു. ഇത്രയും ദിക്റ് ചൊല്ലിയിട്ട് വാഹനപ്പുറത്തിരുന്നു കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിച്ചു, നല്ലപോലെ ഒന്ന് ചിരിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മിമ്മ ലഹിക്ത യാ അമീറൽ മുഅ്മിനീൻ. ഈ ഹദീസ് ചെറിയ ഹദീസല്ല. അലി റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറി ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലി വാഹനത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു, മിമ്മ ലഹിക്ത യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവായ അലിയാർ തങ്ങളെ എന്തിനാണ് ചിരിച്ചത്? ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅല കമാ ഫഅൽതു സുമ്മ ലഹിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്തതൊക്കെ ചെയ്തു എന്നിട്ടൊന്ന് ചിരിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മിമ്മ ലഹിക്ത യാ റസൂലല്ലാഹ്. ഇതാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരു പവർ.
കേവല എഴുത്തല്ല, ഉദ്ധരണിയല്ല. ഹദീസുകൾക്ക് ജീവനുണ്ട്, ആത്മാവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആംഗ്യങ്ങൾ രേഖപ്പെട്ടതാണ്, അടയാളങ്ങൾ രേഖപ്പെട്ടതാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മിമ്മ ലഹിക്ത യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, എന്തിനാണ് അവിടുന്ന് ചിരിച്ചത്? ഖാല യഅജബു റബ്ബു മിൻ അബ്ദിഹി ഇദാ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തോഷമാകും അവന്റെ അടിമ പറഞ്ഞാൽ, റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് അടിമ പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലിമ അബ്ദി അന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈരി, ഞാനല്ലാതെ അവന്റെ പാപം പൊറുക്കൂലാന്ന് അവൻ അറിയാമല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷമറിഞ്ഞപ്പോഴാണ് അലിയെ ഞാൻ ചിരിച്ചുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത് കൊണ്ടാണ് തങ്ങൾ ചൊല്ലിയ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഞാനും ചിരിച്ചത്. വഖറജ അഹ്മദു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാമത്തെ ആളായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, പേര് പറയാൻ പോലും നമുക്ക് അർഹതയില്ല, അറിവിന്റെ വലിയ ലോകമാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദഫഹു അലാ ദാബത്തിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരുത്തി, ഫലം മസ്തവ അലൈഹാ, വാഹനം നേരെ നിന്നപ്പോൾ കബ്ബറ സലാസൻ, 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി, വഹല്ലല അല്ലാഹ, എന്നിട്ട് തഹ്ലീൽ ചൊല്ലി, വഹമിദഹു, എന്നിട്ട് അൽഹംദുലില്ലാഹ് ചൊല്ലി, സുമ്മ ലഹിക, പിന്നെ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിജ്ഞാനത്തിന്റെ പവറാണിത്. ഓരോ പോയിന്റും സ്വഹാബത്ത് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ട് വിടരുന്നുണ്ടോ, അവിടുത്തെ തിരുദന്തങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ടോ, അവിടുത്തെ പാദങ്ങൾ ചലിക്കുന്നുണ്ടോ, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ യർകബു ദാബതഹു ഫയസ്നഉ കമാ സനഅതു ഇല്ലാ അഖബലല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള ഒരു മുസ്ലിം ഇതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്താൽ 3 തക്ബീർ ചൊല്ലി, 3 സുബ്ഹാനല്ലാഹ് ചൊല്ലി, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ, കമാ സനഅതു, ഞാൻ ചെയ്ത പോലെ ചെയ്താൽ, ഇല്ലാ അഖബലല്ലാഹു ഫളഹിക ഇലൈഹി കമാ ലഹിഖ്തു ഇലൈക, അല്ലാഹു തആല ചിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് തൃപ്തിയാകും എന്നാണ്. അല്ലാതെ അല്ലാഹുവിന് ചിരിക്കും എന്ന വിശേഷണം ഇല്ല, അത് സൃഷ്ടികളുടെ വിശേഷണമാണ്. നമ്മൾ ചിരിക്കുന്നത് സന്തോഷത്തിന്റെ പ്രകാശനമാണ്. അടിമയായ റബ്ബിന് തൃപ്തിയാകും, ഉടമയായ റബ്ബിന് തൃപ്തിയാകും അടിമയുടെ ഈ പ്രവൃത്തി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തോഷമാകും. ആ സന്തോഷത്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്. ഇന്ന് നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. വാഹനത്തിൽ കയറിയാൽ അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം, സുബ്ഹാനല്ലാഹ് 3 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 പ്രാവശ്യം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
ചൊല്ലിയാൽ ചിരിക്കാനുള്ള വകയുണ്ട്, സന്തോഷിക്കാനുള്ള സമ്മാനമുണ്ട്. ആ സമ്മാനം നമുക്ക് വാങ്ങിത്തന്നതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് ബറായേ ജനാബേ ഇലാഹി, ജനാബേ ഇലാഹി ബറായേ മുഹമ്മദ്. ഇമാം അഹ്മദ് ഖാൻ തങ്ങൾ പറയാണ്, മുഹമ്മദ് ബറായേ ജനാബേ ഇലാഹി, അല്ലാഹുവിന്റെ സന്നിധിയിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാബേ ഇലാഹി ബറായേ മുഹമ്മദ്, അല്ലാഹുവിന്റെ സന്നിധാനം മുത്തുനബി തങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുകരിച്ച് സ്നേഹിച്ച് പിന്തുടർന്ന് വിജയത്തിന്റെ വഴിയിലെത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. മഹാന്മാരായ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതുപോലെ കാണാൻ, അനുഭവിച്ചതുപോലെ അനുഭവിക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അൽ ഹുസൈൻ അൽ മൗസിലി അൽ മുഖരി അൽ ഹംബലി നാളിമ കിതാബ് الشمع في القراءات السبع, ഖിറാഅത്തു സബ്ഇൽ പാരായണ ശാസ്ത്രത്തിൽ കിതാബ് എഴുതിയ മഹാനവറുകൾ. كان شيخنا التقي المخصاطي يصف شمائله وفضائله ويثني عليه. മഹാനവറുകളുടെ ഗുരുവര്യർ മഹാനവറുകളെ പരിചയപ്പെടുത്തുകയാണ്. وكان قد حضر بعوثه وسمع أبا الحسن. ബഹുമാനപ്പെട്ടവർ പറയാണ്, കാന അബൂ അബ്ദില്ലാ നായിമൻ ഇലാ ജംബി, എന്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ ഹുസൈൻ അൽ മൗസിലി. പേര് കേട്ടില്ലേ? മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ്. വാപ്പാന്റെ പേര് അഹ്മദ്, വല്ലിപ്പാന്റെ പേര് മുഹമ്മദ്, വീണ്ടും പേര് അഹ്മദ്, പിന്നെയും പേര് മുഹമ്മദ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് തൂസി അബൂ ഹാമിദുൽ ഗസാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മക്കള് പരമ്പരകൾക്ക് മുഴുവനും മുഹമ്മദ് എന്ന പേര് വെച്ച മുൻഗാമികൾ കടന്നുപോയി. നമ്മളതിന്റെ മൂല്യം അറിയുന്നില്ല. നമ്മളെ പുതിയ പേരുകളുടെ പിന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിയുന്നില്ല. ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന ലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ ഫഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എനിക്കാകെ രക്ഷപ്പെടാനുള്ള വഴി എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് എന്നതേ ഉള്ളൂ. അതിനെ പിന്തുടർന്നുകൊണ്ട് അഹ്മദ് ഷൗഖി അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിച്ചുകൊണ്ടുള്ള കവിതയും എഴുതി ആ ബുർദയുടെ പാരഡിയിൽ. അല്ലാഹു തആല നമ്മളെയൊക്കെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് 2 മിനിറ്റ് നിന്നാൽ മഹാനായ ഇമാം അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ഹുസൈൻ അൽ മൗസിലി അൽ ഹംബലി എന്നവരെ കുറിച്ച് പറയുന്നു. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് പറയാണ്, കാന അബൂ അബ്ദില്ലാ നായിമൻ ഇലാ ജംബി, എന്റെ ചാരത്ത് ഉറങ്ങുകയായിരുന്നു. ഫസ്തൈഖള, പെട്ടെന്ന് ഉണർന്നു. ഫഖാല ലീ, എന്നിട്ട് മഹാനവറുകൾ എന്നോട് പറഞ്ഞു, റഅയ്തു സാഅത റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നേരം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞു. ഫതലബ്തു മിൻഹുൽ ഇൽമ, ഞാൻ അവിടുത്തോട് ഇൽമ ചോദിച്ചു. ഫതഅമനി തമറാത്ത്,
അപ്പോൾ എനിക്ക് ചില കാരക്കകൾ ഭക്ഷിപ്പിച്ചു. സന്തോഷമായി എനിക്ക് സമ്മാനം നൽകി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കനവിൽ ചോദിച്ചപ്പോഴെനിക്ക് സമ്മാനം കിട്ടി. കനവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ചില ആളുകൾ നല്ല ഒരു വെളുത്ത രൂപം കാണുമ്പോഴേക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വിചാരിക്കും. ചില ആളുകളോ നല്ല ഒരു പണ്ഡിതനെ കാണുമ്പോഴേക്ക് ഇതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിചാരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നുള്ളവർക്കും കാണാം, ഇനിയുള്ളവർക്കും കാണാം. കണ്ടവർ അക്കാലത്തെ മഹാന്മാരോട് സ്വഹാബികളോട് ഒക്കെ പറഞ്ഞപ്പോൾ ആ കേട്ടവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപഭാവങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടാലും ഇങ്ങനെ പറയാൻ പറ്റൂ. ഹദീസിൽ വന്ന അതേ ഭാവങ്ങളും വിശേഷങ്ങളോടെയുമാണ് കണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വെളിച്ചം കണ്ടതുകൊണ്ട് മാത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവുകയില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാമോ? കാണാം. ചെറിയ മക്കൾ ചിലപ്പോൾ നല്ല സ്വപ്നം കണ്ടിട്ട് പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന്. നമുക്ക് അതിൽ പ്രമാണം ആ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞ് കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ പ്രചരിപ്പിക്കുമ്പോൾ സൂക്ഷിക്കാറുണ്ട്. നമുക്കതെങ്ങനെയെന്ന് പറയാൻ കഴിയില്ലല്ലോ, അതിന് പ്രമാണമില്ലല്ലോ. ചെറിയ മക്കൾ പറയുമ്പോൾ ഉമ്മമാർക്ക് സന്തോഷമാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല, കൊണ്ടാടാനും കുട്ടിപ്പാടാനും ഉള്ളതല്ല. ആ മകൻ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ മറ്റുള്ളവരോട് പറയുമ്പോൾ അതിന് നമ്മുടെ മക്കൾ ആകെയുള്ള തെളിവെന്താണ്? ആ കുഞ്ഞു പറഞ്ഞതല്ലാതെ വേറെ ഒരു തെളിവും ഇല്ലല്ലോ. അപ്പോൾ സൂക്ഷിക്കണം നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ. അതുപോലെ ചില ആളുകൾ കണ്ട രംഗങ്ങൾ വെച്ചുകൊണ്ടങ്ങ് പറഞ്ഞേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ ഒത്ത കാഴ്ചയാണോ, തങ്ങളെ തന്നെയാണോ കണ്ടത് എന്നറിയാൻ വഴികളില്ല. കണ്ടവർ വലിയ ഭാഗ്യവാന്മാരാണ്. തങ്ങളെ കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. മൻ റആനി ഫഖദ് റആനി ഫലാ യതമസ്സലു ശൈത്താനു ബി. എന്റെ രൂപത്തിൽ പിശാച് വരില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാകണം. ഏതോ കാഴ്ചകളെ ഒരു നല്ല വെളിച്ചമുള്ള ഒരു ഉസ്താദിനെ കണ്ടു, ഒരു തലപ്പാവുള്ള ഒരു ആലിമിനെ കണ്ടു, ഒരു പച്ചക്കുപ്പായമിട്ട ഒരാളെ കണ്ടു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവില്ല. ഇക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥമില്ലാത്ത വാക്കുകൾ കൂടുന്ന കാലമാണ്. സൂക്ഷ്മത വേണം, പറയുന്നിടത്ത് വേണം, ചൊല്ലുന്നിടത്ത് വേണം. പറയാനെന്തൊരു ബേജാറാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടേയിരുന്ന മഹാന്മാർക്ക് പറയാൻ ധൈര്യമുണ്ടായില്ല. കാരണം അവരതിങ്ങനെ അനുഭവിക്കുകയായിരുന്നു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി കണ്ട് അനുഭവിച്ച് സന്തോഷിക്കാൻ നമുക്കെല്ലാം ഈ ലോകത്തും പരലോകത്തും സൗഭാഗ്യം നൽകുമാറാകട്ടെ. തങ്ങളെ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്കല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, നമുക്കല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഇമാമുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട രംഗങ്ങൾ ഞാൻ ഇന്ന് വായിച്ചത് ബഹുമാനപ്പെട്ട ഹാഫിളുൽ ദഹബി എഴുതിയ സംഭവമാണ്.
അല്ലാതെ എവിടെയോ കുറിച്ചു വെച്ചതല്ല. നമുക്കുള്ള പ്രമാണം അതാണ്. ഇമാം ഹാഫിദുൽ ദഹബി അത് ഉദ്ധരിക്കണമെങ്കിൽ ഹാഫിദുൽ ദഹബി വിജ്ഞാന ശാസ്ത്രത്തിൽ ബലാബലങ്ങളെ പരിശോധിക്കാൻ ആധികാരികതയുള്ള, അറിയുമോ, ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്ന് പരിശോധിക്കുന്ന വിജ്ഞാന ശാഖയാണ്. അതാ ഫന്നുൽ ജർഹി വത്തഅദീൽ. ആ ജർഹ് വത്തഅദീലിൽ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദുൽ ദഹബിക്ക് മീസാനുൽ ഇഅ്തിദാൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. 51 വാള്യമുള്ളതാണ്. അറിയുമോ, താരീഖുൽ ഇസ്ലാം എന്നൊരു ഗ്രന്ഥമുണ്ട് ഹാഫിദുൽ ദഹബിക്ക്. അതും 50-ലേറെ വാള്യമുള്ള ഗ്രന്ഥമാണ്. അങ്ങനത്തെ മഹാന്മാർ ഉദ്ധരിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. ഹദീസ് വിജ്ഞാന ലോകത്ത് ഒരാൾ സ്വീകാര്യനാണോ അല്ലേ എന്ന് പറയാൻ അർഹതയുള്ള മഹാന്മാർ എഴുതി വെച്ചതാണ്. അതിനുശേഷമുള്ള പണ്ഡിതന്മാരും അംഗീകരിക്കപ്പെട്ട ഇമാമുകൾ എഴുതിയത് നമ്മൾ ഉദ്ധരിക്കുന്നു. അല്ലാതെ കേട്ടയിടത്തുനിന്നൊക്കെ ഇന്നയാള് കണ്ടു എന്നെങ്ങനെ നമ്മൾ ഉറപ്പിച്ചു പറയും? അയാളുടെ അവസ്ഥയും ഹാലും കണ്ടാൽ സ്വീകാര്യമാണെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരെ പറയുമ്പോൾ സൂക്ഷിക്കണം എന്നുകൂടി എൻ്റെ സദസ്സിനോട് ഓർമ്മപ്പെടുത്തി. മഹബത്ത് അനുഭവിക്കാനുള്ളതല്ലേ, ഭാഷ കൊണ്ട് പറയാനുള്ളതല്ല, ഉള്ളുകൊണ്ട് രുചിക്കാനുള്ളതാണ്, ആത്മാവ് കൊണ്ട് അനുഭവിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അറിഞ്ഞ് അടുത്ത് സ്നേഹിച്ച് അവിടുത്തെ സ്നേഹത്തിന്റെ മധുരം രുചിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. കേരളത്തിൽ നമ്മുടെ അറിവിൽ ഇത്രയും കൊല്ലം തുടർച്ചയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ വേണ്ടി മാത്രം ഈ ചിട്ടയോടെ സംഘടിപ്പിക്കുന്ന ഒരു വേദി നമുക്ക് വർത്തമാനകാലത്ത് പരിചയമില്ല. നേരത്തെ വലിയ കിബാറുൽ ഉലമാ 40 ദിവസം ഒക്കെ ഒരുമിച്ച് വഅ്ള് പറഞ്ഞ കാലമുണ്ട്. അങ്ങനെ എല്ലാ കൊല്ലവും വഅ്ള് പറഞ്ഞ കാലമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഘാടനം ഇക്കാലത്ത് പള്ളിമുക്ക് SSF ഒരുക്കുന്ന വേദി മാത്രമേ ഉള്ളൂ. അത് ഈ പള്ളിമുക്കിലുള്ള ആളുകൾക്കൊരു പ്രതീക്ഷയാണ്, ഈ സദസ്സിൽ വരുന്നവർക്കൊരു പ്രതീക്ഷയാണ്, ഇത് ഓൺലൈനിൽ ഭാഗമാകുന്നവർക്കൊരു പ്രതീക്ഷയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് പരമ്പരകളായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം അല്ലാ. ഞങ്ങളൊക്കെ ഖബറിലേക്ക് പോകും, ഇന്നോ നാളെയോ എന്നറിയില്ല. ആ ഖബറിൽ കിടക്കുമ്പോഴും ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞുൾക്കൊള്ളാൻ ഭാഗ്യം നൽകണം അല്ലാ. ത്വയ്ബ സെന്റർ കേവലം ഒരു മതസ്ഥാപനമല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ അറിവിൽ വേറെ ഇല്ല. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സ്ഥാപനം എൻ്റെ അറിവിൽ ഇല്ല. ലോകത്ത് തന്നെ അപൂർവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു കേന്ദ്രമാണ്. നിങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം. അവിടെ വന്ന് വായിക്കണം. വായിക്കാൻ ഒഴിവില്ലെങ്കിലും അതിനെ സ്നേഹിച്ച് അവിടെ ഒന്ന് വരണം. ത്വയ്ബ സെന്റർ മദീനത്തെ പൊരുത്തം കിട്ടാനുണ്ടാക്കിയ സ്ഥാപനമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുണ്ടാക്കിയതാണ്. ഇപ്പോൾ ബിൽഡിങ്ങിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് പുരുഷന്മാർക്ക് വന്ന് പഠിക്കാനും വായിക്കാനുമേ സൗകര്യമുള്ളൂ. അവിടെ നമുക്ക് നല്ല ഒരു കെട്ടിടമുണ്ടാക്കണം. സഹോദരിമാർക്കും വന്ന് പഠിക്കാനും വായിക്കാനും സൗകര്യം ചെയ്യണം. അവരും അറിയട്ടെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് സ്വീകരിക്കണം അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ ചൊല്ലണം. ഈ ദുആ മൗലിദ് ഓതിയിട്ടുള്ള ദുആ ആണ്.
ദ്വാരക്കുന്ന ആളൊന്നിനും പറ്റുന്ന ആളല്ല. പക്ഷേ ഈ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിൽ എത്രയോ സ്വലാത്തു ചൊല്ലി, ആ സ്വലാത്തു ചൊല്ലിയിട്ടുള്ള മജ്ലിസാണ്. ഇമാമിങ്ങളുടെ പേര് പറഞ്ഞു, കിതാബിന്റെ ഉദ്ധരണികൾ പറഞ്ഞു. അതെല്ലാമുള്ള നല്ല ഒരു മജ്ലിസ് എന്ന നിലക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച്, ഇജാബത്ത് പ്രതീക്ഷിച്ച് എല്ലാവരും ആമീൻ ചൊല്ലണം. അള്ളാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا ومولانا ومرشدنا ومنجينا وهادينا وفلذة كبدنا وثمرة فؤادنا وحبيب قلوبنا وطبيب فؤادنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു ഹുബ്ബ് നൽകണേ റഹ്മാനേ. അതുവഴി നിന്റെ മഹബ്ബത്തിന് ഞങ്ങളെ കാരണമാക്കണേ റഹ്മാനേ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിലേക്ക് വളരെ ഇഷ്ടമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ആ ഇഷ്ടം ഞങ്ങളുടെ ഖൽബിൽ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പമാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. അതുപോലെ ഈ മജ്ലിസിലുള്ള പലരുടെയും ഉപ്പമാര് ഖബറിലുണ്ട്. കഴിഞ്ഞ വർഷം ഈ മജ്ലിസിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് ഹാജി, നമ്മുടെ സംഘാടകരുടെ ഉപ്പയും അതോടൊപ്പം മരണം വരെ ഇതിന്റെ സംഘാടകനും ഒക്കെ ആയിരുന്നു. അതുപോലെ നസ്റുല്ലാ മുസ്ലിയാർ തുടങ്ങിയുള്ള ഈ മജ്ലിസിൽ പങ്കെടുത്ത് കാലങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നവർ, അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവർക്ക് ശരീരം കൊണ്ട് ഇവിടെ എത്താനാവുന്നില്ലെങ്കിലും അവരുടെ ആത്മാവുകൾ സന്തോഷത്തോടെ ഹാജരുള്ള മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അബ്ദുർ റസാഖ് മുസ്ലിയാരുടെ മകൻ അനസിന്റെ 15ാമത് ആണ്ടിന്റെ ദിവസമാണ്. അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുൽഫീക്കയുടെ മകൾ മരണപ്പെട്ടു പോയി. ഇന്ന് രാവിലെയാണ് മറമാടിയത്. അല്ലാഹുവേ, ആ മകളുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് മാമ അഥവാ ഇസുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ സഹോദരന്റെ മകൻ മുഹമ്മദ് ഫഹദ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ്. ഖബർ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ഇത് പറയുമ്പോ ഓരോരുത്തരുടെയും ഖൽബിൽ പലരുടെയും പേര് ഓർമ്മ വരുന്നുണ്ട്. ആദ്യകാലം ഈ നഗരിയുടെ സന്തോഷമായി ഞങ്ങൾക്കൊപ്പമുണ്ടായി വേഗം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഫാറൂഖും, പിന്നീട് അടുത്ത കാലം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഫാറൂഖിന്റെ ഉപ്പയും അടക്കം അബൂ താഹിർ അടക്കമുള്ള പലരുമുണ്ട്. അല്ലാ, അവരുടെ ഒക്കെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണം അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ, ഉമ്മമാര്, പെങ്ങന്മാര്, സ്നേഹജനങ്ങൾ അടക്കം ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മൂത്താപ്പയും ഈ പള്ളിമുക്ക് പള്ളിയിലെ ആദ്യകാല മുദർരിസുമായിരുന്ന അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ്, അതുപോലെ ഞങ്ങളുടെ ഉപ്പയുടെ ഉപ്പ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ ഈ മഖാമിനോട് ചേർന്നു തന്നെയാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട ഇല്യാസ് കുട്ടി സാർ അവറുകളുടെ ഉപ്പ നോഹക്കണ്ണ് ലബ്ബെ അവറുകൾ ദീർഘകാലം വേതനം പറ്റാതെ ഈ മഹലിന് നേതൃത്വം കൊടുത്തവരാണ്. അതുപോലെ എത്രയോ വലിയ വലിയ ആളുകൾ ഈ നാട്ടിൽ കഴിഞ്ഞുപോയി. അവരുടെ എല്ലാം ദറജകൾ നീ ഉയർത്തി കൊടുക്കണം അല്ലാ. ഈ വേദി ആധികാരികമായി ദുആ ചെയ്തു തരാൻ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന സാദാത്തുക്കൾ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. അവരുടെ ദറജ നീ ഉയർത്തണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന്
നിരന്തരമായി കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, കുവൈത്തിലുണ്ട്, അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവരുടെയും പലരുടെയും നമ്മുടെ സംഘാടകരിൽ ഒരാളായ സമദുക്കയുടെ ഉമ്മയടക്കം പലരുടെയും ഉമ്മമാര് ഉപ്പമാര്, ഇല്യാസുക്കയുടെ ഉമ്മയടക്കം പലരുടെയും ഉമ്മമാര് ഉപ്പമാര് അടുത്തും അല്ലാതെയും മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. യാ റബ്ബു യാ അല്ലാഹ്, യാ അഫൂ യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നൗഷാദ് ഉസ്താദ് ഒന്നാമത്തെ സഫിൽ തന്നെയുണ്ട്. അവരുടെ ഉമ്മയും മരണപ്പെട്ടു പോയതാണ്, അടുത്ത കാലത്താണ്. അല്ലാഹുവേ അവരുടെ ഒക്കെ ഖബറ് നീ സ്വർഗമാക്കണം അല്ലാ. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളവരും ഇല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. യാ റബ്ബു യാ അല്ലാഹ്, ഒരാളെയും ഒഴിയാതെ നീ ഔദാര്യം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. കിബർ നൽകല്ലേ അല്ലാ, ഉജ്ബ് നൽകല്ലേ അല്ലാ, ബുഖ്ൽ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സഞ്ചാര വഴികളൊക്കെ നീ ബർക്കത്തുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാര് ഉമ്മമാര് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ എല്ലാ വർഷവും ഈ സ്നേഹപ്രപഞ്ചത്തിന് വരുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളെ ആശീർവദിച്ച് ദുആ ചെയ്ത് ഈ വേദിയിലേക്ക് വരുമ്പോ ഞങ്ങൾക്ക് തണലായി പറഞ്ഞേക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉമ്മയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ഹജ്ജുമ്മമാർ പലരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, അതുപോലെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുർറത്തു ഐനാക്കി നല്ല ഉഖറവിയായ ആലിമീങ്ങളാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ. എന്റെ വളരെ അടുത്ത കൂട്ടുകാരനായ റാഷിദ് ബുഖാരിയുടെ മകൻ അല്പ ദിവസം മുമ്പ് മരണപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞു. മുഹമ്മദ് സിനാൻ എന്ന പൊന്നുമോൻ മുത്തഅല്ലിം. അല്ലാഹുവേ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാ ഞങ്ങളുടെ വെട്ടറോഡ് സലാം ഹാജി ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കണിയാപുരത്തെ സ്ഥാപനത്തിന് മഹാനവറുകൾ കാലങ്ങളായി കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് നിരന്തരമായി വിഭവങ്ങൾ നൽകുന്നവരാണ്. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിലും എല്ലാ വെള്ളിയാഴ്ച രാവും മജ്ലിസിലേക്ക് വിഭവങ്ങൾ നൽകിയ ആലങ്കോട് ഷാജഹാൻ എന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ദിവസേന ആയിരക്കണക്കിന് സ്വലാത്തു ചൊല്ലി മദീനയിലെത്തുമ്പോൾ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വളാഞ്ചേരി മുഹമ്മദ് ജിദ്ദയിലുണ്ട്. അവരുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ ഞങ്ങളുടെ മദീനയിലുള്ള ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ ഈ സ്നേഹപ്രപഞ്ചം വരുമ്പോൾ പ്രത്യേകം പോയി സിയാറത്ത് ചെയ്ത് നിന്റെ വിജയത്തിന് ദുആ ചെയ്യുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഷാജഹാനുക്കയുടെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ അല്ലാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അബൂബക്കർ ഹാജി മദീനയിൽ എപ്പോഴും ഞങ്ങളെ സ്വീകരിക്കുന്നവരാണ്. ദീർഘകാലം അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇങ്ങനെ എണ്ണിയാൽ എത്ര ആളുകളാണ്. ഞങ്ങൾ അശക്തരാണ് എല്ലാവരെയും ഓർത്തു പറയാൻ. എല്ലാവരെയും അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിലുള്ള ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ.
അവരുടെയൊക്കെ ആരൊക്കെ ഇപ്പൊ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ഉപ്പാനെ പറഞ്ഞില്ലല്ലോ, എൻ്റെ ഉമ്മാനെ പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ ദുആർക്കാൻ. അങ്ങനെ ചിന്തിക്കുന്ന പലരും ഈ മജ്ലിസിലുണ്ടാകും. എല്ലാവരെയും അറിയുന്ന റബ്ബേ, നീ അവർക്കൊക്കെ ഖൈറ് നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ മുഖറബീങ്ങളിൽ പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന തിരുമുഖം കണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ ഒരവസരം നൽകണം അല്ലാ, ഒരവസരം നൽകണം അല്ലാ. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചം അടുക്കുമ്പോൾ നാട്ടിലേക്ക് വിവാഹം ചെയ്തയച്ച കുടുംബത്തിൽ നിന്ന് വന്ന് ഈ ഒരാഴ്ച ഇവിടെ നിന്ന് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അവര് വിരുന്ന് വരുന്നത് സ്നേഹപ്രപഞ്ച കാലത്താണ്. അത്രമേൽ ഇതിനെ ഇഷ്ടം വെച്ച് പണ്ട് മുതലേ ഇതോടൊപ്പമുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ ഒക്കെ മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാ. ഞങ്ങൾ സമാധാനത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഫിലസ്തീനിലെ ഞങ്ങളുടെ മക്കള് ചോരയൊലിക്കുന്ന ചിത്രം, ജീവന്റെ അവസാന നിമിഷത്തോട് മല്ലടിക്കുന്ന ചിത്രം, റബ്ബേ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അടിയിൽ പെട്ടുപോയി ഉറ്റവര് നോക്കി നിൽക്കുകയാണ്. കൈപിടിച്ചിട്ട് കാര്യമില്ല, കോൺക്രീറ്റ് നീക്കം ചെയ്യാൻ വഴിയില്ല. പ്രിയപ്പെട്ടവർ അവിടെ കിടന്ന് നിലവിളിച്ച് മരിക്കുന്നത് കാണേണ്ടി വരുന്ന പാവങ്ങൾ, പൊട്ടിച്ചിതറിപ്പോയി ഉപ്പാന്റെ മുഖമോ ഒന്ന് കാണാൻ പോലുമില്ലാതെ നിലവിളിക്കുന്ന മക്കൾ, റബ്ബേ, അവർക്ക് നീ മോചനം നൽകണം അല്ലാ, സമാധാനം നൽകണം അല്ലാ. അക്രമികളെ നീ നിയന്ത്രിക്കണേ റബ്ബേ. നിന്റെ പരമാധികാരം കൊണ്ട് സാധുക്കളായ ഫിലസ്തീനിലെ മക്കൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. നാഫിആയ ഇൽമു നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ. നല്ല ബുദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഖാദിസിയയും മഖ്ദൂമിയയും ത്വയ്ബ സെന്ററും സാധുക്കളായ ഞങ്ങൾ ബംഗാളിലും ബീഹാറിലും യുപിയിലും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ, ബംഗാളിലെ ഇസ്ലാംപൂരിലുള്ള ഹിറ എഡ്യൂക്കേഷൻ സെന്റർ, 300ഓളം മക്കൾ പഠിക്കുന്ന സ്ഥാപനം, സാധുക്കളായ ഞങ്ങൾ അതിൻ്റെ സംഘാടകരാണ്. നമ്മൾ നടത്തുന്ന സ്ഥാപനമാണ്. അല്ലാഹുവേ, അതുപോലെ ഞങ്ങൾ നടത്തുന്ന സംരംഭങ്ങളൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ, നീ വിജയിപ്പിക്കണം റഹ്മാനെ. മഖ്ദൂമിയുടെ 20ാം വാർഷികം ഡിസംബർ 29 മുതൽ 31 വരെ വലിയ ഇസ്സത്തുള്ള സമ്മേളനമാക്കണം അല്ലാ. SSFന്റെ ഗോൾഡൻ 50 നവംബർ 24 മുതൽ 26 വരെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സമ്മേളനമാക്കണം അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ, നാളെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പകൽ നല്ല ഒരു പരിപാടിയുണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ സ്റ്റുഡൻസ് കോൺക്ലേവ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടി ഈ സദസ്സിൽ നടക്കും. നിങ്ങളുടെയൊക്കെ മക്കളയക്കണം, വിദ്യാർത്ഥികളൊക്കെ വരണം. 4 മണിക്ക് വിദ്യാർത്ഥി റാലിയുമുണ്ട്. എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.